കഥിതോ ഭവതാ തതോ മഹാത്മാ കുരുപത്നിം മനുനന്ദിനിം സരാഗാം അധമത്കൃപയാ ച തേ മുനേസ്യോ നവപുത്ര്യ കപിലോ മഹാത്മജസ്യം. പിന്നീട് അങ്ങ് മഹാത്മാവായ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: അനുരാഗവതിയായ മനുപുത്രിയെ പത്നിയായി സ്വീകരിച്ചു കൊള്ളുവിൻ. പിന്നീട് എൻ്റെ കൃപ കൊണ്ട് മുനിശ്രേഷ്ഠനായ അങ്ങയ്ക്ക് 9 പുത്രിമാരുണ്ടാകും. ഞാൻ കപിലൻ എന്ന പേരിൽ അങ്ങയുടെ പുത്രനായി പിറക്കും. കർദമ പ്രജാപതിയുടെ അഭിലാഷം എന്താണെന്ന് മുൻകൂട്ടി അറിഞ്ഞ ഭഗവാൻ അതിനനുസരിച്ച് കാര്യസാധ്യത്തിന് വേണ്ടത് മുമ്പേ തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുനിയെ അനുഗ്രഹിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.